നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ഘട്ടമാണ് എന്ന് സംസ്ഥാന ഘടകം നേരത്തെ തന്നെ വിലയിരുത്തിയതാണ്. വെറുതെ അക്കൗണ്ട് തുറക്കുക എന്നതല്ല, നിരവധി MLA-മാരെ വിജയിപ്പിച്ചെടുക്കുക, സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൻ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുക, മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം എങ്ങനെയാണോ BJP സ്വാധീനത്തിലേക്ക് വന്നത് ആ രീതിയിൽ കേരളത്തിലും രാഷ്ട്രീയ സ്വാധീനം ലഭിക്കുക, അങ്ങനെ നേടിയെടുക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുക എന്നതാണ് 2026 തങ്ങളുടെ ലക്ഷ്യം എന്ന് BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1-2 സീറ്റുകളിൽ ജയിക്കുകയല്ല, ഭരണം പിടിക്കുക തന്നെയാണ് ലക്ഷ്യം എന്നാണ് BJP സംസ്ഥാന നേതൃത്വം വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഭരണം പിടിച്ചില്ല എങ്കിൽ കൂടി ഈ സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ BJP ഒരു നിർണായക ശക്തി തന്നെയാകും എന്ന നിലയിലുള്ള ഒരു കൂട്ടം MLA-മാരുടെ സാന്നിധ്യം കേരളത്തിൻ്റെ നിയമസഭയിൽ സൃഷ്ടിച്ചെടുക്കുക എന്നത് തന്നെയാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. തിരുവനന്തപുരം നഗരസഭ കൂടി BJPയുടെ ഭരണത്തിന് കീഴിൽ വന്നതോടുകൂടി BJPക്ക് വോട്ട് ചെയ്താൽ ജയിക്കില്ല എന്ന ഒരു ധാരണ പതിയെ കേരളത്തിലെ വോട്ടർമാരിൽ നിന്നും മാറുകയാണ്. തിരുവനന്തപുരത്ത് BJP ഭരണം നേടിയതോടുകൂടി വലിയ രാഷ്ട്രീയ ചലനങ്ങൾ BJP സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന ഒരു യാഥാർത്ഥ്യം മുന്നിലുണ്ട്. മാത്രമല്ല തൃശ്ശൂരിൽ നിന്നും BJP ചരിത്രത്തിലാദ്യമായി ഒരു പാർലമെൻറ്റ് അംഗം താമര ചിഹ്നത്തിൽ വിജയിച്ചിരിക്കുന്നു. ഇതെല്ലാം BJPക്ക് ഒരു പോസിറ്റീവായ നിർണായക ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ വിജയിക്കാൻ കഴിവുള്ള അവരുടെ A+ മണ്ഡലങ്ങൾ എന്നറിയപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം വളരെ വേഗത്തിൽ പൂർത്തിയാക്കി മുന്നോട്ട് പോകാനാണ് BJP നേരിട്ട് പദ്ധതിയിട്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മാസം 28 തന്നെ BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും എന്ന് തന്നെയാണ്. ഇപ്പോൾ തന്നെ പല മണ്ഡലങ്ങളിലും BJP അനൗദ്യോഗികമായി സ്ഥാനാർത്ഥികളെ രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാകും മത്സരിക്കുക എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതാണ്. കഴക്കൂട്ടത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരനും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അനൂപ് ആൻ്റണി, ഷോൺ ജോർജ്, K. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, C. കൃഷ്ണകുമാർ എന്നിങ്ങനെയൊക്കെയുള്ള ധാരാളം BJP നേതാക്കന്മാർ സീറ്റ് ഉറപ്പിച്ചുകൊണ്ട് അതത് മണ്ഡലങ്ങളിൽ ഇതിനോടകം തന്നെ ഈ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ച മണ്ഡലങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ നിർണായകമായ സീറ്റുകളിൽ, അതായത് ഇപ്പോൾ തന്നെ ഏതാണ്ട് സ്ഥാനാർത്ഥികളെ ഉറപ്പിച്ച സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അത് ഈ മാസം 28 മുമ്പുണ്ടാകും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതോടൊപ്പം തന്നെ മാർച്ച് ആദ്യ വാരത്തിൽ തന്നെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിക്കും. മെയ് 17 ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുക. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തി പുതിയൊരു സർക്കാർ നിലവിൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം അവസാനമോ മെയ് ആദ്യ വാരത്തിലോ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പെട്ടെന്ന് വരികയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്യും. സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന നിലയിലേക്ക് BJP കടക്കുകയാണ്. സസ്പെൻസുകൾ ഉണ്ടായിരുന്നു പല മണ്ഡലങ്ങളിലും. ഈ മണ്ഡലങ്ങളിലെ സസ്പെൻസുകൾ ഒഴിവാക്കിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുക എന്ന നിലയിലേക്ക് BJP കടക്കുകയാണ്. 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ 2 ഘട്ടങ്ങളായി പ്രഖ്യാപിക്കാനാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. BJP മാത്രമല്ല BDJS അതുപോലെ തന്നെ 2020 എന്നീ ഘടകകക്ഷികളും നിർണായകമായ റോളിലേക്ക് മാറുകയാണ്. എറണാകുളം ജില്ലകളിലടക്കം വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് 2020. അതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളം വലിയ വോട്ട് ബാങ്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BDJS. അതോടൊപ്പം തന്നെ BJP. ഈ 3 എഞ്ചിനുകളിലായിരിക്കും ഇനി NDA ചലിക്കുക എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലും സാബു ജേക്കബ് തൃപ്പൂണിത്തുറയിലും മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. തൃപ്പൂണിത്തുറയിൽ സാബു ജേക്കബിനെ മത്സരിക്കാൻ താല്പര്യമില്ല, അദ്ദേഹം മത്സര രംഗത്ത് ഇറങ്ങുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എങ്കിലും പാർട്ടി സമ്മർദ്ദം ചെലുത്തുകയാണ്, മുന്നണി സമ്മർദ്ദം ചെലുത്തുകയാണ് അദ്ദേഹത്തെ മത്സര രംഗത്ത് ഇറക്കാനായി. എന്തായാലും സ്ഥാനാർത്ഥി നിർണയം, അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം ഇടതു വലത് മുന്നണികളെ ഞെട്ടിച്ചിരുന്നു. ആ രീതിയിൽ BJP വളരെ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം നടത്തി തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ പ്രചരണ രംഗത്ത് മുന്നേറാനാണ് BJP ഇപ്പോൾ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 2 ഘട്ടങ്ങളിലായി മാർച്ച് ആദ്യ വാരത്തിന് മുമ്പ് എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ് BJP. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.